വ്യാഴാഴ്ച ദർസിന് നിർത്തിയിട്ട് ഉച്ചക്ക് മുതൽ 10-11 മണിക്ക് പുരയിൽ ഇറങ്ങും, ദർസിന് ഇറങ്ങും. എങ്ങോട്ട്? 25 കിലോമീറ്റർ അപ്പുറത്തെ വീട്ടിലേക്ക് നടക്കുക ഉസ്താദ്മാർ. ഈ ഉസ്താദ് അങ്ങോട്ട് നടക്കും. എന്നിട്ട് ഈ 2 ഉസ്താദ്മാർ ഏതെങ്കിലും പുഴമക്കത്തെ ചായ മക്കാനിന്ന് കണ്ടുമുട്ടലും ചായയും നെയ്യപ്പം കഴിക്കലും പിരിയലും ഉണ്ടാവും. ഒരുത്തൻ നേരത്തെ എത്തിയാൽ മറ്റേ ഉസ്താദ് അവിടെ ഇരിക്കും. ദർസിനിടയിലുള്ള ഇഷ്കാലൊക്കെ അങ്ങോട്ടും തീർക്കൽ ഈ ചായപ്പൊടി നിൽക്കും. 25 കിലോമീറ്റർ. എന്തേ? ബസ്സിന് പോയാൽ പൈസ ഇല്ല, ബസ്സില്ല. നീ പൈസ ഇവിടെ ബസ്സിന് കൊടുത്താൽ അരി വാങ്ങാൻ പൈസ ഇല്ല. കാർമേഴ്സിന് മക്കൾ ഇതൊക്കെ പറയൊക്കെ സത്യ. ഇതൊക്കെ പറയുമ്പോഴും അത് സത്യ. ഒരു നിലക്ക് ഞാൻ മാർക്സൊക്കെ അവർ മനസ്സിലാക്കിയ ആശയം അബദ്ധമാണ്. പക്ഷെ ആശയത്തിന് വേണ്ടി ആയുസ് സമർപ്പിച്ചു എന്നുള്ളത് ബഹുമാനിക്കേണ്ട സംഗതിയാണ്. നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല മാർക്സിന്റെ ജീവിതം വഹിക്കുമ്പോൾ നമ്മൾ ബഹുമാനിച്ചു. എന്തുകൊണ്ട്? അവരത്ര കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മരിച്ചതാണ് കാൾ മാർക്സിന്റെ മക്കൾ. ഞാൻ 2010 മറ്റോ ആയിരിക്കാം, 2010 11 ആയിരിക്കാം, ഞാനും സയ്യിദ് മുനവർ ഋഷിയാപുരങ്ങളും കൂടെ സിനായ് മെഡിറ്ററേനിയൻ കടലിൻ്റെ കരയിൽ എന്താ പറയുക, ട്രിപ്പോളിയാണോ എന്ന് എൻ്റെ ഓർമ്മ, ട്രിപ്പോളി ആയിരിക്കാം എൻ്റെ ഒരു ഓർമ്മ, ട്രിപ്പോളിയിൽ ആയിരിക്കാം എന്നാ എൻ്റെ ഓർമ്മ. എവിടെ എന്നെ ഓർമ്മയില്ല. ഏതായാലും ഒരു കടലോരത്ത് കസേര കിട്ടി, 2 കസേര. ആ കസേര ഇട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. അത് മറക്കാൻ കഴിയൂല. മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞാൽ ഒരനുഭവം. മെഡിറ്ററേനിയൻ സമുദ്രം കണ്ടവർക്ക് കൈപ്പൊക്കാം. ആരാ? എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സുലൈമാൻ, നീയുണ്ട്, ഷിയാബ്, എൻ്റെ ഭാര്യയുണ്ട്. മെഡിറ്ററേനിയൻ ഒരഴകാണ്, ചെങ്കടൽ ഒരഴകാണ്. ആരുടെ? അല്ലാഹ്. ചെങ്കടലിന് ചെങ്കടൽ എന്ന് പേര് കിട്ടാൻ എന്താ കാരണം? വെള്ളം ചുമന്നത് കൊണ്ടല്ല, ശുദ്ധമായ വെള്ളം. പ്രഭാത പ്രദോഷങ്ങളിൽ തോണിക്കാർ വഞ്ചിക്കാർ യാത്ര ചെയ്യുമ്പോൾ നല്ല ചെങ്കുത്തായ മലകളാ സിനായ് മരുഭൂമിയിൽ. ആ ചെങ്കുത്തായ മലകളുടെ പ്രതിബിംബം എവിടെ വരും? ഈ ശുദ്ധമായ കടൽ വെള്ളത്തിൽ വരുമ്പോൾ വഞ്ചിക്കാരൻ ധരിച്ചു പോകും, വെള്ളം ചുമന്നിട്ടാണോ? അങ്ങനെ വന്ന പേരാണ് ചെങ്കടൽ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അപ്പൊ അതിൻ്റെ ഒരു സൗന്ദര്യം, ആ പേരിൽ കിടക്കുന്ന ഒരു സൗന്ദര്യം, എത്ര ഒരു ഭാവസാന്ദ്രമായ ഒരു പേരാണ് കടൽ വെള്ളം. നമ്മളെ സാധാരണ കിണറ്റിലെ വെള്ളം പോലെ തന്നെയാണ്, ശുദ്ധമായ വെള്ളം. ചെങ്കടൽ തീരത്ത് ഞാൻ ഒരുപാട് രാത്രി താമസിച്ചിട്ടുണ്ട്. ചെങ്കടൽ അക്കബ തീരം ഇങ്ങോട്ട് കടന്നാൽ ഒരു ഭാഗത്ത് ഈജിപ്തിലേക്ക് കടന്നാൽ ഒരു ഭാഗത്ത് ജോർദാനിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം കത്തുന്നത് കാണാം. കുറച്ചിപ്പുറം തെബൂക്കിൽ നിന്ന് വെളിച്ചം കത്തുന്നതും കാണാം. ഇസ്രായേലിലെ വെളിച്ചം കാണും. 4 രാഷ്ട്രങ്ങളിലെ ബൾബുകൾ ഇങ്ങനെ അതിമനോഹരമായി വർണ്ണസാന്ദ്രമായി അതിങ്ങനെ കത്തി നിൽക്കുന്നത് കാണുന്ന ഒരു രാത്രികൾ. ആ രാത്രികളാണ് ഈ സിനായുടെ ഓരാണ് ചെങ്കടൽ തീരം. ഒരു ഭാഗത്ത് ഇസ്രായേൽ, ഒരു ഭാഗത്ത് ഈജിപ്ത്, ഒരു ഭാഗത്ത് ജോർദാന്, ഒരു ഭാഗത്ത് സൗദിയ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കാണും. ഒരു ഭാഗത്ത് താഴെ ചെങ്കടൽ. ചെങ്കടലിന് പേര് ഭാവസാന്ദ്രമായൊരു നാമമാണത്. ചെങ്കടലിന് വെള്ളം തന്നെയാണ്, സാധാരണ പച്ചവെള്ളമാണ്. പക്ഷേ സിനായ് മരുഭൂമിയിലെ ചെങ്കുത്തായ മലകൾ പ്രഭാത പ്രദോഷങ്ങളിൽ പ്രതിബിംബം വരും. എവിടെ? ചെങ്കടലിൽ. അതിലൂടെ വഞ്ചിക്കാരൻ കടന്നു പോകുമ്പോൾ വഞ്ചിക്കാരൻ ഒരു വേള ധരിച്ചു, വെള്ളം ചുവന്നിട്ടാണോ? അങ്ങനെ വന്ന പേരാണ് ചെങ്കടൽ. ഇതൊക്കെ അല്ലാഹുവിൻ്റെ അഴകുകളാണ്. ഇതൊക്കെ കാണണം. സിറൂഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യുവീൻ എന്ന് ഖുർആൻ. സാഫിറു, യാത്ര ചെയ്യണം എന്ന് മുഹമ്മദ് മുസ്തഫ. ഫഇന്ന സുലുസൽ ഇൽമി മിന സഫർ, വിജ്ഞാനത്തിന്റെ 2/3 ഭാഗവും, വിജ്ഞാനത്തിന്റെ 2/3 ഭാഗവും കിതാബ് में लिखा नहीं है, किधर से मिलेगा? മനസ്സിലായില്ല? കിതാബ് വിജ്ഞാനത്തിൽ 3/2 കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? 1. നിങ്ങളിന്റെ കൂടെ ഇല്ല. ഫഇന്ന സുലുസൽ ഇൽമി മിന സഫർ, വിജ്ഞാനത്തിന്റെ 3/2 ഭാഗവും യാത്രയിൽ നിന്ന് ലഭിക്കും. അപ്പൊ വിജ്ഞാനത്തിൽ എത്രേ പുറത്തുള്ളൂ? കിതാബിൽ എത്രേ വരുള്ളൂ? പുറ മനുഷ്യ 1. ഫഇന്ന സുലുസൽ ഇൽമി, അതാണ് മൊയ്തു വിഷയം കിട്ടിയത്. 4ാം ക്ലാസ് പഠിച്ച മനുഷ്യ അത്രേ ഉള്ളൂ.
പിന്നെ വിജ്ഞാനം കിട്ടി എവിടുന്ന്? യാത്രയെന്ന്. പിന്നെ എന്തൊക്കെ ആയത്? എല്ലാവരും ആദരിച്ചു. എത്ര വിദ്യാഭ്യാസം? 4ാം ക്ലാസ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊരു സാഹിത്യകാരൻ നമുക്ക് കിട്ടിയത് സ്വാതന്ത്ര്യ സമരമാണ്, നാടുവിടൽ. 5ാം ക്ലാസ് വിദ്യാഭ്യാസം. ഹൃദയത്തിന്റെ വാതിൽ എത്രയാ തുറന്നത്, എത്രയാ കഴിവ്, എത്ര വിദ്യാഭ്യാസം? 5ാം ക്ലാസ്. 5ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്. യാത്ര, അനർഘ നിമിഷത്തിലൊക്കെ അദ്ദേഹം ചെയ്ത യാത്രകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അഴക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹലാലായ നമ്മൾ നോക്കുന്ന സമയം സമയത്രേ സമയം 10:30 നീട്ടുന്നില്ല. فموسى وإبراهيم مع نجل مريم لهم رتبة والكل أمن لخائفيه ولكنما المختار أرفع منصبا ومنه منال الأقدمين الغطارف. ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഭാഷകൾ വെച്ച് വാദപ്രതിവാദം നടത്തും. ഭാഷകൾ വെച്ച് വാദപ്രതിവാദം നടത്തിയാൽ എവിടെ എത്തൂല, ഒന്നും തിരിയില്ല. ഭാഷകൾ വെച്ച് വാദപ്രതിവാദം നടത്തുന്നത് അനുഭവമാണ്, യഥാർത്ഥ അനുഭവമാണ്. സത്യത്തിൽ വസ്തുതയെ കണ്ടെത്തണമെങ്കിൽ യഥാർത്ഥ അനുഭവമാണ്. അതിന് പണ്ഡിതനും സാഹിത്യകാരനും പുതിയ കാലത്ത് അനുഭവം ഇല്ല. പിന്നെന്താ ഉള്ളത്? പഠിച്ച വിവരം. മുമ്പൊരാള് ഒരു കഥയുണ്ട്, ഒരു ഫലിതം. ആ ഫലിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിലവിലുള്ള പണ്ഡിതന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും വിവരം മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം, ഒരു ഫലിതം പറയാം. ഒരാൾ ഞൊണ്ടി നടക്കുന്നത് കണ്ടപ്പോൾ 2 വൈദ്യന്മാർ തർക്കം കൂടി. ഒരാളിങ്ങനെ ഞൊണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈദ്യർ പറഞ്ഞു, അവൻ്റെ കാൽമുട്ടിനാണ് കുഴപ്പമെന്നോ. അപ്പൊ മറ്റേ വൈദ്യർ പറഞ്ഞു, കാൽമുട്ടിനല്ല, പക്ഷേ അവൻ്റെ ഉപ്പുതിക്കാണ് കുഴപ്പമെന്നോ. തർക്കം കൂടി. എന്ത് പറയേ? അവൻ നടക്കണത് കണ്ടാലും അറിയൂലേ, അവൻ്റെ കാൽമുട്ടിനാണ് കുഴപ്പമെന്നോ. ആര്? ഒരു നമ്പൂരി, വൈദ്യനായ വലിയ നമ്പൂരിയാണെന്ന് പറഞ്ഞു. മറ്റേ നമ്പൂരി പറഞ്ഞു, ഷേ അസംബന്ധം പറയാവോ, അവൻ നടക്കണ അറിഞ്ഞൂടെ, അവൻ്റെ ഉപ്പൂതിക്കാണ് കുഴപ്പമെന്നോ. ഇങ്ങനെ തർക്കം കൂടിയപ്പോൾ 3ാമത്തെ സാധു പറഞ്ഞു, നിങ്ങൾ മുണ്ടല്ലി, ഓമ്പടെ അടുത്തെത്തി, നമുക്ക് ഓനോട് ചോദിക്കാം. അപ്പനോട് ചോദിച്ചു. ആദ്യത്തെ നമ്പൂതിരി പറഞ്ഞൊരു മുട്ടിനല്ലേ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മുട്ടിനല്ല ഉപ്പൂതിക്കല്ലേ കുഴപ്പമെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞു, 2നും കുഴപ്പമില്ല. പുരേന്ന് പോന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. അറ്റങ്ങലായി ചാടിയപ്പോൾ ചെരുപ്പ് പൊട്ടി. ഇനി ബാറ് പൊട്ടിയ ചെരുപ്പ് അങ്ങാടിയിൽ എത്തിയാൽ നമുക്ക് മാറ്റാം. അതുവരെ ഞാൻ ഈ ചെരുപ്പും കൊണ്ട് നൊപ്പിച്ച് നടക്കണം, അല്ലാതെ എന്തില്ല. മനസ്സിലായില്ല? മുട്ടിനും കുഴപ്പമില്ല, ഒപ്പത്തിനും കുഴപ്പമില്ല. ഇത് ബുക്കിലെ വിവരമാണ്. ഇവർക്ക് രണ്ടാക്കും. മറ്റേത് അനുഭവം. അറ്റങ്ങലായി ചാടിയപ്പോൾ ചെരുപ്പ് പൊട്ടി എന്നുള്ളത് ഓൻ്റെ അനുഭവം. ഓനെ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇന്ന് പ്രശ്നം അതാ. ഇന്ന് ബുക്ക് നോക്കി പറയാണ്. ഇതാണ് ഭാഷകളുടെ വാദപ്രതിവാദമാണ് ഇന്ന് നടക്കുന്നതൊക്കെ. അത് സി രവീന്ദ്രനുമായി നടത്തിയാലും ഇനി ആരിഫുദ്ദീനുമായി നടത്തിയാലും ഇന്ന് ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഭാഷയുടെ കസർത്തുകൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഇയാൾക്കാണ് കൂടുതൽ നുണ പറയാൻ കഴിയുക, മറ്റേയാൾക്കാണ് കൂടുതൽ നുണ പറയാൻ കഴിയുക. ആർക്കാണോ കൂടുതൽ നുണ പറയാൻ കഴിയുക അയാൾ ജയിക്കും. ഇവർക്ക് ഇതൊന്നും ആവില്ല. വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയല. അറിയണമെങ്കിൽ അനുഭവങ്ങൾ വേണം. മനസ്സിലായില്ല പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്ക്. ഈ പറഞ്ഞത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മൂസാ ഇബ്രാഹിം മൂസാ നബിയും ഇബ്രാഹിം നബിയും മറിയമിൻ്റെ സന്തതിയോട് കൂടെയായ സ്ഥിതിയിൽ ലഹും റുതുബത്തുൻ, അവർക്കെല്ലാം സ്ഥാനമുണ്ട്. വൽ കുല്ലു, അവരെല്ലാം അംനുൽ ഖായിഫി, ഏത് ഭയപ്പെട്ടവൻ്റെയും നിർഭയത്വമാണ്. പക്ഷെ വലാകിന്നൽ മുഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യ റസൂൽ മുസ്തഫ അർഫഉ മൻസിബൻ, സ്ഥാനത്താൽ ഏറ്റവും മേലെയാണ്. വമിൻഹു മനാലുൽ അഖ്ദമീനൽ ഗതാരിഫി, വമിൻഹു, ആ നബിയിൽ നിന്നാണ് മനാലുൽ അഖ്ദമീന, എല്ലാ മുൻഗാമികളും സ്ഥാനം കരസ്ഥമാക്കിയത്. അൽ ഗതാരിഫി, നേതാക്കളായ എല്ലാം പുണ്യ റസൂലിൽ നിന്നാണ്. സല്ലല്ലാഹു فمنه علوم العالمين فآدم
ബിഹി ഉല്ലിമൽ അസ്മാഅ ഖബ്ല അത്തആറുഫി ഫസാദ ബിദാ ഔലാദഹു വഹുവ സയ്യിദു വസിറു വജൂദിൽ കൗനി ജമ്മുൽ മആരിഫി. ഫമിൻഹു, ആ നബിയിൽ നിന്നാണ് ഉലൂമുൽ ആലമീന, സർവ്വലോകങ്ങളുടെയും വിജ്ഞാനങ്ങൾ കരസ്ഥമായത്. പുണ്യ റസൂലിൽ നിന്നാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നാൽ നബിക്കെല്ലാം അനുഭവജ്ഞാനമാണ്. എല്ലാം അനുഭവ, എല്ലാം. ഖുർആൻ പോലും നബിയുടെ അനുഭവ, ഖുർആൻ പോലും നബിയുടെ അനുഭവമാണ്. സയ്യിദ്നാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് റസൂലുള്ളാഹിനെ അനുഭവിപ്പിച്ചു കൊടുത്തതാണ്. എന്ത്? അതാണ് ഖുർആൻ. അനുഭവിപ്പിച്ചു കൊടുത്തത്, അത് അനുഭവിപ്പിക്കണം. ഒറ്റ ടീച്ചർ കൂട്ട ചെയ്തത്. ഇഖ്റ ബിസ്മി ചൊല്ലിച്ചപ്പോൾ ചൊല്ലാൻ കഴിഞ്ഞില്ല. പിന്നെ ജിബ്രീൽ എന്ത് ചെയ്തു? ചാപ്പാട്ടിച്ചത് കൂട്ടി ഓട്ടിയുള്ളൂ. ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പിന്നെ 3-ാം തവണ മണിയായി പറഞ്ഞു. അനുഭവ മറന്നിട്ടുമില്ല. സന്നുക്കരിയൂക്ക ഫലാതൻസ, ഓതിത്തരാം, പിന്നെ മറക്കൂല. നബി മറക്കൂല, അറിവ് മറക്കും, അനുഭവം മറക്കൂല. നിങ്ങളിൻ്റെ കൂടെയില്ല. നമ്മളെ പ്രശ്നം അറിവാണ്, എന്തില്ല? അനുഭവമില്ല. നബി മറക്കൂല, സന്നുക്കരിയൂക്ക. ഏതാ സൂറത്ത് മോനെ? സൂറത്തുൽ അഅ്ല. മാഷാ അല്ലാഹ്, നല്ല മക്കൾ, അൽഹംദുലില്ലാഹ്. പറയാം, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. പിന്നെ ജഅലഹു ഗുസാഅൻ അഹ്വ സനുഖരിഉക, നാം താങ്കൾക്ക് ഓതിത്തരാം. ഫലാതൻസ, പിന്നെ താങ്കൾ മറക്കുകയില്ല. അറിവ് മറക്കും, അനുഭവം മറക്കൂല. നബിക്ക് ഖുർആൻ അനുഭവമാണ്, നമുക്ക് ഖുർആൻ അറിവാണ്. അതാ പ്രശ്നം. അത് അനുഭവത്തിൽ അധിഷ്ഠിതമായ അറിവ്. പിന്നെ സ്വഹാബികൾ ഖുർആൻ മറന്നില്ല. എന്തുകൊണ്ട്? അവർ ബുക്കല്ല ഖുർആൻ, അവർക്ക് എന്താണ്? അനുഭവമാണ്. ഖുർആൻ മൊത്തം അനുഭവമായിട്ടാണ് വന്നത്. ഉദാഹരണം പറയാം, ക്ലബിലിരുന്ന് കള്ളു കുടിക്കും. ഒട്ടകം ചുട്ടിട്ട് കഴിക്കും. ഒരു രാത്രി ഒരു അറബി ക്ലബില്, അബൂ സുഫിയാന്റെ ക്ലബ്ബാ, പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാന്റെ ക്ലബില് ഒട്ടകത്തെ അറത്ത് ചുട്ടു. കള്ളും കുടിക്കുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട യതീം, ആ ക്ലബിന്റെ പരിസരത്തുള്ള യതീം, ഭക്ഷണം കിട്ടിയില്ല. ആ കുട്ടി രാത്രി ഉമ്മ ഉറങ്ങിയ ശേഷം എണീറ്റിട്ട് മെല്ലെ പോയി. അത് ആ ക്ലബിലിരിക്കുന്നവരുണ്ട്. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു യതീമക്കനെ കുട്ടികളെ കാണുന്നവർക്ക് ദുശകുനം. സദസ്സിൽ കയറി വന്ന യതീമിനെ അവർ അടിച്ചു. സഭ പിരിഞ്ഞു. ആ രാത്രി ജിബ്രീൽ വന്നു കൊടുത്തതാണ്. എന്ത്? റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തഅമിൽ മിസ്കീൻ. അതാനുഭവ. അതെങ്ങനെ ഒരു മറക്കുക? നമ്മൾ മറക്കും, നമുക്കത് അനുഭവമല്ല. അവർ മറക്കൂല. പിന്നെ ആ അബൂ സുഫിയാൻ തല്ലിട്ടിയ സുഹൃത്ത് ഏതാ? അബൂ സുഫിയാൻ ആ കുട്ടീനെ അടിച്ച സുഹൃത്ത് അബൂലഹബ്. ഹബീബ റസൂലുള്ളാഹിയുടെ കുട്ടി മരിച്ചപ്പോൾ വീടുകളിൽ കയറി പറഞ്ഞു, സാറ മുഹമ്മദിനില്ല അബ്തറ, മുഹമ്മദിന്റെ അവസാനത്തെ വാലും അറ്റുവീണു. അബ്ദുള്ള എന്ന കുഞ്ഞ് മരിച്ച രാത്രി. ആ രാത്രി ആകാശത്തെ രാജകുമാരൻ സയ്യിദുനാ ജിബ്രീൽ വന്ന് കൊടുത്ത സൂറത്താണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. മറക്കൂല. മുഹമ്മദിന്റെ വാലത്ത് വീണു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന് ഇനി ഉയർച്ചയില്ല, കഴിഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാറ മുഹമ്മദിനില്ല അബ്തറ. കുട്ടികൾ, ആൺകുട്ടികൾ മരിച്ചു തീരുക, അല്ലെങ്കിൽ ഇല്ലാതെയാവുക. അയാൾക്ക് പാരമ്പര്യം നിലനിർത്താൻ കഴിയൂല. ഇതാണ് എന്തിന്റെ അർത്ഥം? അബ്തർ. സാറ മുഹമ്മദിനില്ല അബ്തറ. മുഹമ്മദ് ഈ രാത്രിയിൽ അബ്തറായി മാറി, അഥവാ മുഹമ്മദിന് ഇനി പിൻഗാമി ഇല്ല. അപ്പോൾ വന്ന സൂറത്താണ് ഇത്. അപ്പൊ ഇന്നാക്കൽ കൗസർ നബി കുടുംബ, ഇത് നബി കുടുംബാണ്. ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞിട്ടും ഇല്ല. ഇത് നബി കുടുംബ. നബി കുടുംബത്തെ നിഷേധിച്ചപ്പോൾ വന്ന സൂറത്താണ് കൗസർ. നഅ്തൈനാക്കൽ കൗസർ. അങ്ങേക്ക് നാം കൗസർ നൽകി. കൗസർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലും അവസാനിക്കാത്ത സമൃദ്ധി. എന്തിലുണ്ടാവും? റസൂലുള്ളാഹിയുടെ കുടുംബത്തിലുണ്ടാവും. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും, അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും മനുഷ്യരുണ്ടോ? അവിടെ ആരുണ്ട്? മുസ്ലിം എവിടെയുണ്ട്? അവിടെയൊക്കെ ആരുണ്ട്? അഹ്ലു ബൈത്തുണ്ട്. സമൃദ്ധി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മക്ക ഫതഹ് കഴിഞ്ഞപ്പോൾ പുണ്യ റസൂലിനോട് ജിബ്രീൽ വന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തിരിച്ചു പോകാനായി. അങ്ങനെ കൊടുത്ത അടുത്ത സൂറത്ത് ഏത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ്
ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അത് അനുഭവമാണ്. ആ നബിയോട് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, അത് അനുഭവമാണ്. എന്താ അടുത്ത സൂറത്ത്? തബ്ബത്ത്. എന്താ കാരണം? എവിടെയും അയാളുടെയും ഭാര്യ അമ്മാലത്തുൽ ഹത്തബിൻ്റെയും ശല്യം അധികരിച്ചു. അപ്പോൾ തബ്ബത്തിറങ്ങി. എന്താ അടുത്ത സൂറത്ത്? ഖുൽ ഹുവല്ലാഹു. എന്താ കാരണം? എന്താ ഖുൽ ഹുവല്ലാഹു അഹദ് ഇറങ്ങാനുള്ള കാരണം? അത് തറവാട്. ഏതൊന്നിനും ഒരു തറവാട് വേണ്ടേ? നിന്റെ പടച്ചോനെ തറവാടേരാ. അപ്പോൾ ഹബീബ നബി പറഞ്ഞു ശരിയാണ്, അപ്പറഞ്ഞ ശരിയാണ്, തറവാട് വേണം. ഫനസല റൂഹുൽ അമീൻ ഫഖാല ഫതല അലൈഹി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ശരിയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചത് ശരിയാണ്. ഇന്ന ലികുല്ലി ശൈഇൻ നിസ്ബ. ഏതൊന്നിനും തറവാട് വേണം. വനിസ്ബത്തു റബ്ബി ഖുൽ ഹുവല്ലാഹു അഹദ്. എൻ്റെ റബ്ബിൻ്റെ തറവാട് ഖുൽ ഹുവല്ലാഹു അഹദാണ്. എന്താ അടുത്ത സൂറത്ത്? ഫലഖുൻ നാസ്. ഒറ്റ സൂറത്ത. 1-2 കൂടെ വന്ന ഒറ്റ അവസ്ഥയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഏത്? ഫലഖുൻ നാസ് കൂടെ വന്നു. എന്താ? മുഅവ്വിദതൈനി, അഭയപ്രാർത്ഥനയുടെ 2 അധ്യായങ്ങൾ. 11. ഞാൻ പറഞ്ഞു ഷിർക്കിനൊരു ബേസ്മെൻ്റ് ഉണ്ട്, ഒരു 11. അതിൻ്റെ തൗഹീദ് കൊണ്ടുള്ള മറുപടിയും 11 തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ആയാലേ ഒരു രഹസ്യം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? മനുഷ്യൻ്റെ ഭൗമസ്പർശത്തിന് മുമ്പേ, മനുഷ്യൻ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ 11 പിശാചുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് യൂറോപ്യൻ വിശ്വാസം. അവരുടെ നേതാവായിരുന്നു ക്രോണസ്. ആ ക്രോണസിന് 12 കുട്ടികളുണ്ടായി. അതിൽ മൂപ്പനായി. എല്ലാത്തിനെയും ക്രോണസ് തിന്നും. അവസാനത്തെ മോനാണ് ആര്? സ്യൂസ്. അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഭൂമിയിൽ പൈശാചിക സ്പർശം എത്ര പിശാചുക്കൾ ഉണ്ടായിരുന്നു? 11. ഈ സുഹൃത്തും അങ്ങനെ തന്നെയല്ലേ? 11. ഫലക്ക് 5, നാസ് 6, 5ഉം 6ഉം 11. ഷിർക്കിന്റെ തിരിച്ചടിയും 11. എപ്പോഴും ചില ഉസ്താദുമാർ പറയും 11 ഫാത്തിയോട് അടി, തിരിച്ചടി, അടിക്ക് പാട്ടല്ല അടി. ഷിർക്കിനെ കൊണ്ട് അടിച്ചാൽ തൗഹീദ് കൊണ്ട് ടക തിരിച്ചടി. അതാ 11. യൂറോപ്പിലേക്ക് ഒരു അടിസ്ഥാനമുണ്ടായ ഇത് പിശാചിന്റെ ഓത്താവാൻ സാധ്യതയുണ്ട്. ഈ പിശാചിന്റെ ഓത്ത് അവർക്ക് ഓതി കൊടുത്തു. അത് നമ്മൾ തൗഹീദ് കൊണ്ട് അടിക്കുക. ഇതെന്താ? 11. ഇത് 11. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? 11 പിശാചിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. പിശാചിന് അല്ലാഹു അനുവദിച്ച കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മുതൽ പിശാചിന്റെ ഒരു ചർച്ച നമ്മൾ ആരംഭിക്കണുണ്ട്. എന്ത് ചോദിക്കാം. ചോദ്യത്തിന് പരിധിയില്ല. എന്ത് ചോദിക്കാം. എനിക്കറിയാത്ത പിറ്റേ ദിവസം പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് എല്ലാം അറിയുന്നല്ല. ഇൻഷാ അല്ലാഹ് പിശാചിന് അടിസ്ഥാനമുണ്ട്. 11. ഞാൻ പറയട്ടെ സെപ്റ്റംബർ 11. അത് കരുതി കൂട്ടലാണ്, അല്ലെങ്കിൽ സംഭവിക്കൂല. സെപ്റ്റംബർ 11 ഒക്കെ പഠിക്കണം. 5, 6, 11. അവിടെ 11, തിരിച്ചടി ഇവിടെ 11. അതിൻ്റെ കൂടെ ഇല്ലേ? ചിന്തിക്ക്. അപ്പൊ എന്താ കാരണം? ലബീദ് ഇബ്നു ആസിം എന്ന ജൂതൻ ഹബീബ റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തു, തിരിച്ചടിച്ചു. അതിന്റെ അടിസ്ഥാനം 11. ഇത് 11 തിരിച്ചടിച്ചു. അപ്പൊ ഓരോന്നും അങ്ങനെയാണ്. അപ്പൊ ഖുർആൻ എന്നാൽ കേവലം പുസ്തകമല്ല, അത് അനുഭവത്തിന്റെ അറിവാണ്. അപ്പോൾ അത് ഒരിക്കലും വിട്ടുപോകില്ല, കൽബിൽ അങ്ങോട്ട് കൊത്തും. നമ്മൾ പുസ്തകം നോക്കി പഠിച്ചു, അപ്പോൾ നമ്മൾ ഭാഷയുടെ താർക്കികന്മാരായി മാറി. 2 കൂട്ടർക്കും അറിയില്ല. ഈ വൈദ്യർക്കും അറിയില്ല, ആ വൈദ്യർക്കും അറിയില്ല. ഇവരനുഭവിച്ചിട്ടുമില്ല. പണ്ഡിതന്മാരിൽ നിന്ന് അനുഭവമില്ലാതെയായി, സാഹിത്യകാരന്മാർ അനുഭവമില്ലാതെയായി.
ഇപ്പോൾ വലിയ വലിയ ഡിഗ്രിയുള്ള സാഹിത്യന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് 5ാം ക്ലാസ്സുള്ള ബഷീറിനെ പോലത്തെ ആളുകൾ ജീനിയസാണ്. എന്തുകൊണ്ട്? അനുഭവം. ബഷീറിന് അനുഭവം. അന്ന അഹ്മേത്തയാണ് റഷ്യയിലെ 20ാം നൂറ്റാണ്ട് കണ്ട റഷ്യൻ കവയത്രി അന്ന അഹ്മേത്ത. എന്തുകൊണ്ട്? അവര് ഒരു പുരുഷനെ പ്രേമിച്ചു. എൻ്റെ കൂടെ ഇല്ലേ? 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ റഷ്യൻ കവയത്രി അന്ന അഹ്മേത്തയാണ്. എന്താണ് അന്ന അഹ്മേത്തയുടെ പ്രശ്നം? അവരുടെ ഒരാളെ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. വളരെ ചെറുപ്പത്തിൽ ഈ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ അവർ തനിച്ചായി. കഷ്ടപ്പാട്, വിരഹദുഃഖം. ഈ വിരഹദുഃഖം കാരണമായി അവർ വിരഹത്തിൻ്റെ വരികൾ എഴുതിയിട്ട് പത്രത്തിനാക്കും. വേദന. ഈ വേദനയുടെ തീച്ചൂളയിൽ കിടന്നപ്പോൾ റഷ്യ കണ്ട ഏറ്റവും വലിയ കവയത്രിയായി. റഷ്യ കണ്ട ഏറ്റവും വലിയ നോവലിസ്റ്റ് ആരാ? അത് ദസ്തേവ്സ്കിയാണ്. എന്താ കാരണം? ദസ്തേവ്സ്കി ഏറ്റവും വലിയ നോവലിസ്റ്റ്. എന്താ കാരണം? അനുഭവം, ചൊയലിദീനം, എവിടെ നിന്നും തിരസ്കരിക്കപ്പെടൽ, അപസ്മാരാണ് കുട്ടിക്കാലം മുതൽ. യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ നോവലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ്? ദസ്തേവ്സ്കിയാണ്. ദസ്തേവ്സ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഏതാ? ചൂതാട്ടക്കാരൻ. മൂപ്പരപണി എന്താ? ചൂതാട്ടം. അനുഭവമാണത്. മനുഷ്യന് അനുഭവമാണ് പണ്ഡിതനാക്കുക. അത് ആ ഹൃദയത്തിന്റെ പണ്ഡിതായിരിക്കും. നിലവിൽ അനുഭവങ്ങളില്ല. വ്യാഴാഴ്ച ദർസിന് നിർത്തിയിട്ട് ഉച്ചക്ക് മുതൽ 10-11 മണിക്ക് പുരേന്ന് ഇറങ്ങും, ദർസിന് ഇറങ്ങും. എങ്ങോട്ട്? 25 കിലോമീറ്റർ അപ്പുറത്തെ വീട്ടിലേക്ക് നടക്കുക ഉസ്താദ്മാർ. ഈ ഉസ്താദ് അങ്ങനെ നടക്കും. എന്നിട്ട് ഈ 2 ഉസ്താദ്മാർ ഏതെങ്കിലും പുഴമക്കത്തെ ചായ മക്കാനിന്ന് കണ്ടുമുട്ടലും ചായയും നെയ്യപ്പം കഴിക്കലും പിരിയലും ഉണ്ടാവും. ഒരുത്തൻ നേരത്തെ എത്തിയാൽ മറ്റേ ഉസ്താദ് അവിടെ ഇരിക്കും. ദർസിനടിയുള്ള ഇഷ്കാലൊക്കെ അങ്ങോട്ടും തീർക്കൽ ഈ ചായപ്പൊടി നിൽക്കും. 25 കിലോമീറ്റർ. എന്തേ? ബസ്സിന് പോയാൽ പൈസ ഇല്ല, ബസ്സുമില്ല. നീ പൈസ ബസ്സിന് കൊടുത്താൽ അരി വാങ്ങാൻ പൈസ ഇല്ല. കാർമേഴ്സിന് മക്കൾ. ഇതൊക്കെ പറയൊക്കെ സത്യ. ഇതൊക്കെ പറയുമ്പോഴും അത് സത്യ. ഒരു നിലക്ക് ഞാൻ മാർക്സൊക്കെ അവർ മനസ്സിലാക്കിയ ആശയം അബദ്ധമാണ്. പക്ഷെ ആശയത്തിന് വേണ്ടി ആയുസ് സമർപ്പിച്ചു എന്നുള്ളത് ബഹുമാനിക്കേണ്ട സംഗതിയാണ്. നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല മാർക്സിന്റെ ജീവിതം വഹിക്കുമ്പോൾ നമ്മൾ ബഹുമാനിച്ചു പോകും. എന്തുകൊണ്ട്? അവരത്ര കഷ്ടപ്പെട്ട് പട്ടിണി കടന്ന് മരിച്ചതാണ് കാൾ മാർക്സിന്റെ മക്കൾ. പട്ടിണി കടന്ന് മരിച്ചു കാൾ മാർക്സിന്റെ മക്കൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാൽ പണം കൊണ്ടും സ്വർണ്ണക്കടക്കാരത്തെ പങ്ക് പറ്റും. ഇന്ന് ദുനിയാവിലെ ഏറ്റവും വലിയ പ്രഭുക്കളാണ് ആര്? അതേ കാൾ മാർക്സിന്റെ പിൻഗാമികൾ. അത് ലോകത്തെ ഏത് പ്രത്യയശാസ്ത്രത്തിനും സംഭവിക്കും. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് അത് മതിയാവും. അനുഭവങ്ങൾ ഇല്ലാതാവുമ്പോൾ പിന്നെ ദുനിയാവ് മാത്രമാണ് അവരുടെ ആശ്രയം. അവസാനിപ്പിക്കുക. എല്ലാ മുൻഗാമികളും എല്ലാ മഹാന്മാരായ അമ്പിയാക്കളും നേടിയത്, കരസ്ഥമാക്കിയത് പുണ്യ റസൂലിൻ്റെ അറിവിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. 149 1-2 വരി ചൊല്ലിത്തരാൻ മാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. നാളെ വിശദമായി നമ്മൾ രാവിലത്തെ ക്ലാസ് വിശദീകരിക്കും ഇൻഷാ അള്ളാഹ്. ഇൻട്രാക്ഷൻ ഓരോ സമയത്തും ഉണ്ടാകും. ശാന്തോട് പോയ ഇന്നത്തെ ക്ലാസ്സിലേക്ക് 149 രൂപയും നാളത്തെ ക്ലാസ്സിലേക്ക് 1500 രൂപയും സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും അവർക്ക് പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാ പ്രയാസവും അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. ആയിഷ അരക്കിണർ 2000 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും. ആ സദഖ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യട്ടെ. സിബിലി ജൗഹർ 1000 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സദഖ സ്വീകരിക്കട്ടെ. മുഹമ്മദ് ഹബി 150 രൂപ അല്ലാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളെയും അല്ലാഹു തആല പരിഹരിക്കട്ടെ. റബ്ബന
ഖദീജ ആലുവ 200 രൂപ. വീടൊക്കെ കാര്യമായി റാഹത്താകാൻ അള്ളാഹുവിற்கு തൗഫീഖ് കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല സഹോദരിക്കും കുടുംബത്തിനും പ്രയാസങ്ങളെ അള്ളാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പാഠം? ഇന്നത്തെ ക്ലാസ്സിൻ്റെ പാഠം അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ ലയം കൊള്ളണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പാഠം. മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ ദിക്റിൽ ലയം കൊണ്ടാൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്താവുള്ളൂ. അതുതന്നെയാണ്. അത് കുറേയൊന്നും വേണ്ട. നമ്മൾ ചില സാധനങ്ങൾ, ചില ഭക്ഷണങ്ങൾ, ഞാൻ ഭക്ഷണത്തിന് 2 അവസ്ഥ പറയാം. ഒറ്റ അവസാനിപ്പിച്ചു എന്നാലും പറയാണ്. ഭക്ഷണം ഇപ്പം നിങ്ങൾ 2 പിടി ബിരിയാണിയേ ഉള്ളൂ. അതല്ല 25 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ബാക്കിയുള്ളൊരു അവസ്ഥ വേറെ. ഒരവസ്ഥ 2 പിടി ബിരിയാണിയേ ഉള്ളൂ, 4 ആളും ഉണ്ട്. ആകെ ഉള്ളത് എത്ര? 2 പിടി ബിരിയാണി 4 ആൾക്ക് തിന്നണം എങ്കിൽ വേറൊരു സ്ഥലത്ത് ആകെ 2 ആളെ തിന്നാനുള്ളൂ. എത്ര ആൾ ബിരിയാണി ഉണ്ട്? 20. ഇതിൽ ആർക്കായിരിക്കും ബിരിയാണി അനുഭവം ഉണ്ടാവും? ആ 2 പിടിയാണ്ട് കഴിച്ചാലും തീരൂല, മറക്കൂല. അതിൻ്റെ ഓരോ പോയിന്റും ആസ്വദിക്കും. മറ്റേ ക്വാണ്ടിറ്റി കൂട്ടാൻ നോക്കുക. അത് മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത്. കാരണം പരമാവധി തിന്നും. ഒരു പരിധി കഴിഞ്ഞാൽ തീറ്റ നമുക്ക് വിരസമാവും. ഒരു പരിധിക്ക് താഴെ മാത്രമേ തീറ്റ അനുഭവമുള്ളൂ. ആ പരിധിക്ക് അപ്പുറം തീറ്റ വിരസമായിരിക്കും. വെറുത്തിട്ട് എണീക്കുക. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ദരിദ്രൻ ഭക്ഷണത്തെ ആഗ്രഹിച്ചെണീക്കും. മനസ്സിലായില്ല? ധനാട്യൻ ഭക്ഷണത്തെ മടുത്തെണീക്കും. ആണോ? അല്ലേ? 100%. അതൊരനുഭവ. ഒന്നും മടുക്കരുത്. മടുത്ത കഴിഞ്ഞ് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. പഴയ കാലത്തെ ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം അവർക്കൊരു സംഭവമാണ്. നമുക്ക് വസ്ത്രം ഒരു സംഭവമല്ല. എനിക്ക് എത്ര നീളം കുപ്പായുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്നലെ വിരുദ്ധം വന്നിട്ട് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരുത്തം വന്നപ്പോൾ എനിക്ക് നീളം കുപ്പായം കൊണ്ട് വന്നത്. വിരുന്നൂർ നീളം കുപ്പായം കൊണ്ട് വരികയാണ്. ഇപ്പം 2 ഡസൻ നീളം കുപ്പായം ഇതുവരെ ഇടാത്തുണ്ട്. അതേ സമയത്ത് ഒറ്റ കുപ്പായുള്ളൂ നോക്കുക. അതിൻ്റെ സൗന്ദര്യം കാണും, അതിനെ ഇസ്ത്രി ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി അതിനെ ഉൾക്കൊള്ളും. അത് ചൊറുക്കുണ്ടെന്ന് അവന് തോന്നും. ആകെ 2 കുപ്പായാണ്. 2 കുപ്പായം അവൻ സൗന്ദര്യമുള്ള കുപ്പായത്തെ തിരഞ്ഞെടുക്കും. 25-35 കുപ്പായം ഉണ്ടെങ്കിലോ. പിന്നെ ഓന് നല്ലത് എന്താണെന്നറിയോ? എന്തായാലും ഈ അടുത്ത ദിവസം അമേരിക്കയിലെ ഒരു നൈക്കിൾ ബീച്ചിൽ ഒരാൾ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോസ് ഒക്കെ അയച്ചു തന്നു. നൈക്കിളായി നടക്കുക. പിന്നെ അവിടെ അതാണ് ചൊറുക്ക്. മനസ്സിലായില്ല? 40-50 കുപ്പായം ഉണ്ടായാൽ പിന്നെ ചൊറുക്ക് തുണി കൊടുക്കാൻ നടക്കലാണ്. അതാണ് ചൊറുക്ക്. പഴയ കാലത്തെ ആളുകൾക്ക് നാണം മറക്കാനില്ല. അപ്പോൾ കുപ്പായത്തിലാണ് സൗന്ദര്യം. ഇന്ന് സമൃദ്ധി അധികരിച്ചു. പെട്രോളിയം മനുഷ്യന് അമിതമായ സമ്പത്ത് കൊണ്ടുവന്നു. വസ്ത്രങ്ങളിൽ തന്നെ 4% വസ്ത്രം എന്താണ്? പെട്രോളിയമാണ്. അതിസമ്പത്ത്. എത്രയാണ് വസ്ത്രം കയ്യും കണക്കില്ല. അതുകൊണ്ട് വസ്ത്രത്തിൽ മനുഷ്യനിപ്പോൾ ആവശ്യമില്ല. മനുഷ്യൻ നൈക്കിളായി നടക്കാനപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താ? സമൃദ്ധി. മനുഷ്യൻ വസ്ത്രത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. എപ്പോൾ മനുഷ്യൻ എന്തില്ല? വസ്ത്രമില്ല. ഭക്ഷണത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചു, അതിൻ്റെ രസം ആസ്വദിച്ചു. എപ്പോൾ? ഭക്ഷണമില്ല. ഇന്ന് ആസ്വദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭക്ഷണമേ ഉള്ളൂ. ചായപ്പൊടി ഇപ്പോൾ തന്നെ വില കുറഞ്ഞ സാധനം ചായപ്പൊടി വാങ്ങാൻ പൈസ ഇല്ലാതെ കുടുംബങ്ങളെ എനിക്കറിയാം. അതായത് സമാപർന്ന് എന്ത് തട്ടും, വെണ്ണൂറിലേക്ക് തട്ടും. എന്ത് സമാപറിൻ്റെ വെണ്ണൂർ ഇങ്ങനെ കാട്ടി പിന്നെ എന്തും ചട്ടും. ആട്ടിൻ്റെ മുല പോലത്തെ ഒരു സഞ്ചിൻ്റെ പറയട്ടെ ചങ്ങായി ഇല്ലേ, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആട്ടിൻ്റെ മുല പോലത്തെ ഒരു സഞ്ചി ഉണ്ടായിരുന്നില്ലേ ചായപ്പൊടിച്ചണ്ടി. അതിന് ഈ ചായപ്പൊടിച്ചണ്ടി വെണ്ണൂറിൻ്റെ തട്ടും. രാത്രി ഈ ചായപ്പീടി അടച്ചു പോയതിന് ശേഷം ചില വീട്ടുകാർ എന്ത് ചെയ്യും? മെല്ലെ അത് കൊണ്ടുവരും. എത്ര അനുഭവങ്ങളാണ്.
ഒരു കൂട്ടര് ഒരു ഹോട്ടലിൽ, എനിക്ക് തായ്വാനിൻ്റെയോ തായ്ലൻഡിൻ്റെയോ മറ്റോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബിഫോർ 4 years. എന്താണെന്നറിയോ, ഒരു തായ്ലൻഡിലോ മറ്റോ ഉള്ള ഒരു വളരെ പൂറസ്റ്റായ ഒരു കോളനി, ആ കോളനിയിലേക്ക് എന്ത് ചെയ്യാം, 5 star ഹോട്ടലുകളിൽ നിന്ന്, നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ട് അത്? 5 star ഹോട്ടലുകളിലുള്ള എച്ചിലുകൾ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടില്ല അത്? 5 star ഹോട്ടലിലെ അത് ചിലപ്പോൾ ഡോക്യുമെൻ്ററി ആക്കാം, പക്ഷെ സമാനമായ സംഭവങ്ങൾ ഇത്ര ലോകത്തുണ്ടാവും. അതായത് ഹോട്ടലുകളിൽ നിന്ന് വേസ്റ്റായി ഇടുന്ന ഭക്ഷണം ഒരാൾ ശേഖരിച്ച് കൊണ്ടുപോയി അവിടെ കൊടുക്കും ഈ കോളനിയിൽ. ആ ഭക്ഷണം ആ കോളനിയിൽ എത്തുമ്പോഴത്തേന് കുട്ടികളും പെണ്ണും ഓടി വരും. എന്തിന്? ഈ ഭക്ഷണം വാങ്ങാൻ. അവർക്ക് സന്തോഷം. എന്ത്? ആ കൂട്ടത്തിലൊരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ 1000 അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അവൻ എന്താ കാരണം? ദാരിദ്ര്യം. മറ്റവൻ ഇത് പള്ള നിറച്ച് തിന്നിട്ട് ബാക്കി വേസ്റ്റാക്കി വിട്ടവൻ ഒരു വട്ടം എന്ത് പറയില്ല? എന്തുണ്ട്? ഓൻ്റെ കയ്യിൽ ഉണ്ട്, അവനനുഭവിച്ചിട്ടില്ല. അതിന് കാരണം സമൃദ്ധി ഈമാനെ നശിപ്പിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പടച്ചവൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? താഴേക്ക് ഇറങ്ങണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തെ ഉൾക്കൊള്ളണം. അള്ളാഹുവിൻ്റെ കരവിരുതിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞില്ലേ, മുറ്റത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ കവുങ്ങിലൂടെ കയറി വരുന്ന ആ ഒരു എന്താ പറയുക, കുരുമുളകിൻ്റെ വള്ളിയിൽ ഒരു സൗന്ദര്യം നോക്കുങ്ങൾ, അതിൻ്റെ ഭംഗി. ഒരു ചെടി ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ആ ചെടിയുടെ തട്ടായ മനോഹരമായ അതിൻ്റെ ഒരു കൃത്യമായ ഭംഗി എത്രയാണതൊക്കെ. അള്ളാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. എല്ലാത്തിനെയും പഠിക്കാൻ സടക്ക് പത്രക്കർ നദിയോംനെ സെന്നാസീഖ അങ്ങനെ ഒരു കവിതയുണ്ട്. കല്ലിൽ അടിച്ചാണ് നദികൾ ഒഴുകാൻ പഠിച്ചത്. ബച്ചോംനെ ഗിർ കെ ചൽനാ സീഖ, റോ കെ ഹസ്നാ സീഖ. കുട്ടികൾ വീണാണ് നടക്കാൻ പഠിച്ചത്. മനസ്സിലായില്ല? കരഞ്ഞാണ് ചിരിക്കാൻ. മനസ്സിലായില്ല? റോക്കർ ഹസ്നാ സീഖ, കരഞ്ഞാണ് ചിരിക്കാൻ പഠിച്ചത്. വീണാണ് നടക്കാൻ. ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു കൃത്യമായ സൗന്ദര്യ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.